ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. I'd like to say a few words before jumping into the question, if you don't mind. So, ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തു, ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ജേർണി, 13 years, എസ്പെഷ്യലി വെൻ ഐ ലുക്ക് അറ്റ് മൈ സെൽഫ് ഓൺ ദ സ്ക്രീൻ. വളരെ കുഞ്ഞായിട്ട് ഇരുന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ സാരി കൊടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ ജസ്റ്റ് റിയലൈസിങ് ഓക്കെ വാ. സോ ഞാനെന്നും ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോർ മീ ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ ലൈഫ് ബിഫോർ ദൃശ്യം ആൻഡ് ആഫ്റ്റർ ദൃശ്യം, ബിക്കോസ് എവറിഥിങ് ചേഞ്ച്ഡ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു. സോ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ടു ജീതു അങ്കിൾ ആൻഡ് ആന്റണി അങ്കിൾ, ബിക്കോസ് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ലൈഫിലെന്നും. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, അനു ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽസി എന്ന് പറയുന്നൊരു സാധനം ഇല്ല ഫാമിലിയിൽ എനിമോർ. കാരണം ഒരു ക്രൈം ചെയ്തു അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനു മേലൊന്ന് കള്ളങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, അതിനിങ്ങനെ എന്താ പറയുക, കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ് ടു നോട്ട് ഗോ ടു ജയിൽ. അപ്പോൾ അതിന് നമ്മൾ പേ ചെയ്യുന്ന പ്രൈസാണ് ഈ പറയുന്ന ഫിയർ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, അനുവിനെ നോക്കി കാണുമ്പം ഒരു വിധത്തിൽ ടീനേജറായി, അതിൻ്റെ ടാൻട്രംസ് ഉണ്ട്, ഒരു നോർമലായി എന്ന് വിശ്വസിക്കാം. ബട്ട് ഡീപ്പ് ഡൗൺ എല്ലാ ദിവസവും പേടിയാണ്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ. അതേപോലെ തന്നെ ആര് വിശ്വസിക്കണം, ആര് വിശ്വസിക്കേണ്ട, സുഹൃത്തുക്കളാണെങ്കിലും. ബിക്കോസ് ടീനേജറാണ് അല്ലെങ്കിൽ ഇപ്പം തേർഡിലേക്ക് വരുമ്പോൾ അഡൾട്ടാണ്. ഈ പറയുന്ന ഒരു നോർമൽ ലൈഫ് എല്ലാവരും ആഗ്രഹിക്കും, പക്ഷേ അതുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് അഗൈൻ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഒരു ഇളയ കുട്ടി കുറുമ്പത്തി എന്നുള്ളത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആക്കാനും ചിരിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മയോട് എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് അനു ഇതിനകത്ത്. ബട്ട് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് ആ പേടി എന്നും ഉണ്ട് അനുയുടെ മനസ്സിലും. ആൻഡ് ജോർജ് കുട്ടി പറയുന്ന പോലെ ഒരു കാര്യം ചെയ്തു, തിങ്സ് ബ്യൂട്ടിഫുൾ ലവ് ആൻഡ് പേയിങ് ദ പ്രൈസ് ഫോർ ഇറ്റ്. അപ്പോൾ പേടി ഒന്നും ഉണ്ട്, അത് അങ്ങനെ ഇങ്ങനെ ഒന്നും പോയില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബിക്കോസ് വി ലവ് ഈച്ച് അതർ സോ മച്ച്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ലാലങ്ങൾ പറഞ്ഞ പോലെ ചോദ്യങ്ങളുണ്ട് അനുവിന്, ഇനി എങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണുന്നവരെ സംബന്ധിച്ചറിയാം, അല്ലെങ്കിൽ ജോർജ് കുട്ടി ഇതൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ വീട്ടിലുള്ള ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് ജോർജ് കുട്ടി ചെയ്യുന്നത് പുറത്തു പോയിട്ട് എന്നുള്ളത്. അപ്പോൾ തേർഡിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അനു കുറച്ചുകൂടെ മെച്ചുവേർഡായി. ചേച്ചി ഒരു പൊടിക്ക് സൈലന്റ് ആണെങ്കിൽ അനു ഒരു പൊടിക്ക് എന്താ പറയുക, എല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആൻസേഴ്സ് സീക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഈ പറയുന്ന പോലെ യങ് ആണ്, അപ്പൊ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡീപ് ഡൗൺ വി ആൾ ലവ് അവർ ഫാമിലി സോ മച്ച്, ജോർജ് കുട്ടിയും കുടുംബവും. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അതിൽ നിന്ന് സേവ് ത്രൂ ചെയ്യുന്നു എന്നുള്ളതാണ് ത്രീല്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു വെരി മച്ച്.